സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നഷ്ടങ്ങളാണോ സംഭവിക്കുന്നത്? ഒരു ബിഗിനർ എന്ന നിലയിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രേഡ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേർക്കും പണം നഷ്ടപ്പെടാറാണ് പതിവ്. ഇതിന്റെ ഒരു പ്രധാന കാരണം വ്യക്തമായിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതാണ്. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിനിടയിലും ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റ് തരാൻ സാധ്യതയുമുള്ളതുമായിട്ടുള്ള ട്രേഡിംഗ് രീതികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ 3 ട്രേഡിംഗ് രീതികളെ പറ്റി മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കി പോകുന്നു. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കും. പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുന്നത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ലോട്ടറി പോലെയാണ്. കുറെ കാശുമായിട്ട് വരുന്നു, വലിയ സ്വപ്നം കണ്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നു, അവസാനം കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടുത്തി മടങ്ങാറാണ് പതിവ്. പക്ഷെ സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് അതല്ല. ശരിയായിട്ടുള്ള അറിവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിലൂടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം നമുക്ക് മുന്നിലുണ്ട്. നമ്മളിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാന ട്രേഡിംഗ് സ്റ്റൈലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ഓരോന്നും ആർക്കൊക്കെയാണ് കൂടുതൽ ചേരുക, ഓരോന്നിനും എത്ര സമയം വേണം, അതിലടങ്ങിയിരിക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും വീട്ടമ്മമാർക്കും എന്തിന് കോളേജ് സ്റ്റുഡൻസിന് പോലും ചെയ്യാൻ കഴിയുന്ന ആ ഒരു ട്രേഡിംഗ് രീതികൾ പരിചയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ട്രേഡിംഗ് കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേക സെഷനാണ്. ഇവിടെ ബിഗിനേഴ്സ് കൃത്യമായിട്ട് അറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു പിക്ചർ വരാറുണ്ട്. ദിവസം മുഴുവൻ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലെ ചാർട്ടുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാളുടെ ചിത്രം. എന്നാൽ ഇത് പലതരം ട്രേഡിംഗ് രീതികളിൽ ഒന്ന് മാത്രമാണെന്നും നിങ്ങളുടെ സമയത്തിനും സ്വഭാവത്തിനും ഫിനാൻഷ്യൽ ഗോളുകൾക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ മറ്റു പല ട്രേഡിംഗ് മെത്തേഡ്സും അല്ലെങ്കിൽ രീതികളും സ്ട്രാറ്റജികളും നിലവിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഇൻവെസ്റ്റ്മെന്റ് രീതികളിൽ ഒന്നാമത്തേത് ഡേ ട്രേഡിംഗ്, രണ്ടാമത്തേത് പൊസിഷൻ ട്രേഡിംഗ്, പിന്നെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്വിംഗ് ട്രേഡിംഗ്. ആദ്യമായിട്ട് നമുക്ക് ഡേ ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ സ്റ്റോക്കുകൾ വാങ്ങി വിൽക്കുന്ന ആ ഒരു പരിപാടിയാണ്. രാവിലെ ഒരു സ്റ്റോക്ക് വാങ്ങി വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് വിറ്റ് പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് മാർക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയും ഒരുപാട് സമയവും ഒക്കെ വേണം. കാരണം മാർക്കറ്റ് സമയത്ത് നിങ്ങൾ സ്ക്രീനിന് മുന്നിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ഫോട്ടോ, നമുക്ക് മുന്നിലേക്ക് വന്ന ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രാറ്റജിയാണിത്. വിലയിലെ ചെറിയ മൂവ്മെന്റ്സിൽ നിന്ന് പോലും ലാഭം കണ്ടെത്തേണ്ടതുണ്ട്. റിസ്ക്കും വളരെ കൂടുതലാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും നഷ്ടം വന്നാൽ അത് അംഗീകരിച്ച് അടുത്ത ട്രേഡിലേക്ക് നീങ്ങാനുമുള്ള ഒരു കഴിവും ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ദിവസത്തിന്റെ മുഴുവൻ സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയാണ് ഡേ ട്രേഡിംഗ്. പൊതുവെ വളരെ റിസ്കി ആയിട്ടുള്ളതും വളരെ നന്നായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതിയാണ്. തീർച്ചയായിട്ടും ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ള രീതിയാണ് എന്ന് തന്നെ പറയാം. നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് എടുക്കാം, പൊസിഷൻ ട്രേഡിംഗ്. ഇത് ഡേ ട്രേഡിംഗിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ ഹോൾഡ് ചെയ്യാനാണ് പതിവ്. ഇതൊരു തരം ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ്, അതായത് അവരുടെ ബിസിനസ് മോഡല്, പ്രോഫിറ്റ്, ഫ്യൂച്ചർ ഗ്രോത്ത്, ഈ സാധ്യതകളൊക്കെ പഠിച്ചാണ് പൊസിഷൻ ട്രേഡർമാർ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. ദിവസേനയുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് കണ്ട് അവർ ടെൻഷൻ അടിക്കാറില്ല. ക്ഷമയോടെ കാത്തിരുന്ന് വലിയൊരു റിട്ടേൺ സാധ്യത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു രീതിയാണിത്. അപ്പോ ഇതിന് പ്രത്യേകിച്ച് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ നോക്കിയിരിക്കേണ്ടതോ അല്ലെങ്കിൽ ചാർട്ടുകളെ പറ്റി ബോധേഡാവേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ മാർക്കറ്റിലെ വലിയ ട്രെൻഡുകളെ കുറിച്ച് നല്ല ബോധ്യവും ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി മൂന്നാമത്തെ രീതി, ഇതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത്, സ്വിംഗ് ട്രേഡിംഗ്. ഡേ ട്രേഡിംഗിന്റെ സ്പീഡിനും പൊസിഷൻ ട്രേഡിംഗിന്റെ ക്ഷമയ്ക്കും ഇടയിലുള്ള ഒരു ഗോൾഡൻ മിഡിലാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്വിംഗ് ട്രേഡിംഗ്? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. തിരക്കുള്ളവർക്ക് ഇത് എങ്ങനെ അനുയോജ്യകരമാകുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. സ്വിംഗ് ട്രേഡിംഗ് ഒരു ഊഞ്ഞാലാടുന്നത് പോലെ സ്റ്റോക്ക് പ്രൈസിന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനങ്ങളെ, അതായത് സ്വിങ്ങുകളെ മുതലെടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയാണിത്. ഒരു സ്റ്റോക്കിന്റെ വില കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ലാഭം എടുക്കുക, അതാണ് സ്വിംഗ് ട്രേഡിംഗിന്റെ ബേസിക് ഐഡിയ. ഒരു സ്വിംഗ് ട്രേഡർ ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ അതൊരു ദിവസങ്ങൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെ ഹോൾഡ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് വിലയിലെ ഷോർട്ട് ടൈം ട്രെൻഡുകളിൽ നിന്നാണ് അവർ ലാഭം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പനിയെ കുറിച്ച് ഒരു നല്ല ന്യൂസ് വരുന്നു, അത് കാരണം ആ ഒരു സ്റ്റോക്കിന്റെ വില അടുത്ത 2 ആഴ്ചത്തേക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന് ഒരു സ്വിംഗ് ട്രേഡർക്ക് തോന്നുകയാണ്. അയാൾ ആ സ്റ്റോക്ക് വാങ്ങുന്നു. പ്രതീക്ഷിച്ചതുപോലെ വില കൂടുമ്പോൾ അത് വിറ്റ് ലാഭം പോക്കറ്റിലാക്കും.
അപ്പോൾ എന്തുകൊണ്ടാണ് ബിസി ലൈഫ് നയിക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും മികച്ച ഓപ്ഷൻ ആണെന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ഒരു ദിവസം മുഴുവൻ സ്ക്രീനിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഡേ ട്രേഡറെ പോലെ ഓരോ മിനിറ്റിലെയും പ്രൈസ് ചേഞ്ച് നോക്കി ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ ഒക്കെ കഴിഞ്ഞ് ദിവസവും ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ താഴെയോ സമയം മാത്രം മാർക്കറ്റ് അനാലിസിസ് ചെയ്യാനും നല്ല സ്റ്റോക്കുകൾ കണ്ടെത്താനും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനുകൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും ഒക്കെ നീക്കി വെച്ചാൽ മതിയാവും. രാവിലെ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി തിരിച്ചെത്തിയ ശേഷമോ നിങ്ങൾക്ക് ഇതിനായിട്ട് സമയം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേകതരം ട്രേഡിംഗ് മെത്തേഡാണ്. രണ്ടാമത്തെ കാരണം, ഡേ ട്രേഡിനെ അപേക്ഷിച്ച് ഇതിൽ മെന്റൽ സ്ട്രെസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഡേ ട്രേഡിംഗിൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു വലിയ നഷ്ടം വരാൻ. എന്നാൽ സ്വിംഗ് ട്രേഡിംഗിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. ഒരു സ്റ്റോക്ക് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കാൻ 1-2 ദിവസം വരെ സമയമെടുക്കാനും കഴിയും. അപ്പൊ ഇത് നന്നായിട്ട് ആലോചിച്ച് ഒരു നല്ല സോളിഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് അവസരം ലഭിക്കും. ഇനി മൂന്നാമതായിട്ട് ഇതിലെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ ട്രേഡിംഗിൽ ചെറിയ ലാഭമാണ് ലക്ഷ്യമെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിൽ ഓരോ ട്രേഡിൽ നിന്നും കുറച്ചുകൂടി നല്ലൊരു ശതമാനം ലാഭം നേടാൻ കഴിയും എന്നുള്ളതാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളിലെ പ്രൈസ് മൂവ്മെന്റിനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ശരിയായ രീതിയിൽ ചെയ്താൽ മാസത്തിൽ 2-3 നല്ല ട്രേഡുകൾ കൊണ്ട് തന്നെ മികച്ചൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചേക്കും. അപ്പൊ ഇനി ഒരു പ്രത്യേക സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാം. പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളും എന്നാൽ വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഒന്നാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിംഗ്. അപ്പൊ എന്താണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക പ്രൈസ് സോണിൽ എത്തുമ്പോൾ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ബയേഴ്സ് നന്നായിട്ട് ആക്റ്റീവ് ആകുന്ന ആ ഒരു സോണിനെയാണ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വില മുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ലെവലിൽ എത്തുമ്പോൾ സെല്ലേഴ്സ് വളരെ ശക്തരാവുകയും വില അവിടെ തട്ടി താഴേക്ക് വരാൻ തുടങ്ങുന്നതായിട്ടും നമുക്ക് ചാർട്ടിൽ ഇങ്ങനെ അനാലിസിസ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഒരു ലെവലിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസിലാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഈ ഒരു മേഖല കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഒരു 2 ലെവലുകൾക്കിടയിൽ ഇത് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയും? ഒരു സ്റ്റോക്ക് ഒരു നല്ല അപ് ട്രെൻഡിലാണ് എന്ന് കരുതുക. ഈ ഒരു യാത്രക്കിടയിൽ ചെറുതായിട്ട് വില താഴേക്ക് വന്ന് അതിന്റെ സപ്പോർട്ട് ലെവലിൽ തട്ടി നിൽക്കുമ്പോൾ അത് വാങ്ങാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു സപ്പോർട്ടിൽ നിന്ന് വില വീണ്ടും മുകളിലേക്ക് പോകാനാണ് കൂടുതൽ പ്രോബബിലിറ്റി. അപ്പൊ അങ്ങനെ വാങ്ങി വില മുകളിലേക്ക് പോയി അതിന്റെ അടുത്ത റെസിസ്റ്റൻസ് ലെവലിന് അടുത്തെത്തുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്ക് വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ്. ഇതൊരു സേഫ്റ്റി നെറ്റ് പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് വില മുകളിലേക്ക് പോയില്ലെങ്കിൽ, പകരം സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വരുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ നഷ്ടം ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ ഇത്ര രൂപ നഷ്ടം വന്നാൽ ഈ ട്രേഡിൽ നിന്ന് എനിക്ക് എക്സിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നു. ഒരു ട്രേഡറുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇത് ഒരുപാട് സ്ട്രാറ്റജികളിൽ ഒന്ന് മാത്രമാണ്. ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് പാറ്റേണുകൾ, ട്രെൻഡ് ലൈനുകൾ, മൂവിംഗ് ആവറേജുകൾ എന്നിങ്ങനെ ഒരുപാട് ടൂൾസ് സ്വിംഗ് ട്രേഡർമാർ ഉപയോഗിക്കാറുണ്ട്. ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരി എന്ന നിലയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോലെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ചേരുന്നത് എന്നുള്ള ഒരു താരതമ്യ പഠനം വളരെ ഉത്തമമായിരിക്കും. നമ്മൾ 3 പ്രധാന ട്രേഡിംഗ് രീതികളെ കുറിച്ചാണ് പഠിച്ചത്. ഡേ ട്രേഡിംഗ്, പൊസിഷൻ ട്രേഡിംഗ്, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ്. അപ്പൊ 3ഉം ഒന്നുകൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഒരു ദിവസം മുഴുവൻ മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡേ ട്രേഡിംഗ് പരിഗണിക്കാവുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ മാത്രം മാർക്കറ്റ് നോക്കാനേ സമയമുള്ളൂ എങ്കിൽ പൊസിഷൻ ട്രേഡിംഗ് ആണ് നല്ലത്. എന്നാൽ നിങ്ങളുടെ ജോലിക്കും മറ്റു തിരക്കുകൾക്കും ഇടയിൽ ദിവസവും 1 മണിക്കൂർ കണ്ടെത്താൻ കഴിയുമെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ നിങ്ങളും പര്യാപ്തനാണ് എന്നാണ് അർത്ഥം. അടുത്തൊരു കമ്പാരിസൺ നമ്മൾ നോക്കേണ്ടത് റിസ്ക് ആണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഡേ ട്രേഡിംഗിലാണ്. ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറി മറിയാം. പൊസിഷൻ ട്രേഡിംഗിൽ ഡെയിലി റിസ്ക് കുറവാണെങ്കിലും മാർക്കറ്റിൽ ഒരു വലിയ കറക്ഷൻ വന്നാൽ അത് നമ്മുടെ പോർട്ട്ഫോളിയോയെ മോശമായിട്ട് ബാധിച്ചേക്കാം. സ്വിംഗ് ട്രേഡിംഗ് ഇവ രണ്ടിനും ഇടയിലുള്ള ഒരു മോഡറേറ്റ് റിസ്ക് സോണാണ്. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഈ റിസ്ക് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അപ്പൊ ഇനി അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്കിൽ എന്താണ്, അല്ലെങ്കിൽ കഴിവുകൾ എന്താണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഡേ ട്രേഡിംഗിന് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവും ഒരു ഹൈ ലെവൽ മെന്റൽ സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയും വേണം. പൊസിഷൻ ട്രേഡിംഗിന് വേണ്ടത് ഒരുപാട് ക്ഷമയും അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ആഴത്തിൽ അനലൈസ് ചെയ്യാനുള്ള കഴിവുമാണ്. സ്വിംഗ് ട്രേഡിംഗിന് വേണ്ടത് ടെക്നിക്കൽ അനാലിസിസിലെ ബേസിക് നോളജും ക്ഷമയോടെ ശരിയായ അവസരത്തിനായിട്ട് കാത്തിരിക്കാനുമുള്ള മനസ്സാണ്. അപ്പൊ ഈ ഒരു കമ്പാരിസണിൽ നിന്ന് നിങ്ങൾക്കിപ്പോ ഒരു ചെറിയൊരു വ്യക്തതയൊക്കെ ലഭിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ട്രേഡിംഗ് ഒരു സൈഡ് ഇൻകം ആയി കാണുന്ന ഒരു സാധാരണക്കാർക്ക് സ്വിംഗ് ട്രേഡിംഗ് ഒരു മികച്ച ഓപ്ഷനായിട്ട് മാറുന്നത് എന്ന്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം അറിവില്ലായ്മയും നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത രീതികൾ തിരഞ്ഞെടുക്കുന്നതുമാണ്. നമ്മൾ 3 പ്രധാനപ്പെട്ട ട്രേഡിംഗ് സ്റ്റൈലുകളാണ് പഠിച്ചത്. ഹൈ സ്പീഡും ഹൈ റിസ്കുമുള്ള ഡേ ട്രേഡിംഗ്,
അതുപോലെ തന്നെ ഒരുപാട് ക്ഷമയും ദീർഘവീക്ഷണവും വേണ്ട പൊസിഷൻ ട്രേഡിംഗ്. പിന്നെ ഇവയ്ക്ക് രണ്ടിനും ഇടയിലുള്ള നമ്മളെ പോലെയുള്ള തിരക്കുള്ള സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗിലൂടെ ഡെയിലി മാർക്കറ്റ് ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ട്രേഡ് ചെയ്യാനും ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കി. ശരിയായ സ്ട്രാറ്റജിയും റിസ്ക് മാനേജ്മെന്റും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ ആർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ കഴിയും. എപ്പോഴും ഓർക്കുക, ട്രേഡിംഗ് പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു ലോട്ടറി അല്ല, അതൊരു ബിസിനസ് ആണ്. ക്ഷമയോടെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലെ ഒരു മികച്ച ചുവടുവെപ്പായിരിക്കും ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ച് ഇനിയും കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉദാഹരണത്തിന് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നിങ്ങളുടെ കമന്റുകൾ അനുസരിച്ച് അടുത്ത വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.